പഞ്ചായത്ത് വാരം തുടരുകയാണ്. കേരളത്തിന്റെ രണ്ടാം ഘട്ട വോട്ടെടുപ്പിന് തൊട്ട് മുമ്പുള്ള മണിക്കൂറുകളിൽ കേരള രാഷ്ട്രീയം വിവിധ അന്വേഷണങ്ങളെക്കുറിച്ചാണ് ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്നാണ് നമ്മൾ പറഞ്ഞു നിർത്തിയത്. അഡ്വക്കേറ്റ് JR പത്മകുമാർ, ഞാൻ താങ്കളിലേക്ക് വരികയാണ്. KM മാണിക്കെതിരെ ഒരു അന്വേഷണം ഉണ്ടായിരിക്കുന്നു. അത് തടയാൻ 2 അന്വേഷണ വാർത്തകൾ കൂടി പുറത്തു വന്നിരിക്കുന്നു. KM മാണിക്ക് എതിരായ അന്വേഷണം ഇതുകൊണ്ട് തടയപ്പെട്ടുവോ? അന്വേഷണം അതിനേക്കാൾ പ്രധാനപ്പെട്ട 2 അന്വേഷണങ്ങൾ ഉണ്ട്. എല്ലാവരും കള്ളന്മാർ എന്നൊരു സ്ഥിതിയിലേക്ക് ജനങ്ങൾ എത്തുന്നുണ്ടോ? അതിൽ ആദ്യത്തെ ബാർ അന്വേഷണവും ഇളമരക്കരയും തമ്മിൽ ബന്ധമുണ്ട്. ആ 2 കാര്യങ്ങളും തമ്മിൽ ബന്ധമുണ്ട്. രണ്ടാമത്തതും മൂന്നാമത്തതും തമ്മിലും ബന്ധമുണ്ട്. തീർച്ചയായും പറയാം. ബാർ കോഴയിലും മാണിയിലും മാത്രം ഒതുങ്ങിയതാണ്. എന്തുകൊണ്ട് അതിൽ ബാർ ഉടമകൾ എല്ലാം പറഞ്ഞു. ഈ അടുത്ത ദിവസം എലഗന്റ് ബിനോയ് അയാൾ പറഞ്ഞല്ലോ 14 കോടി രൂപ പിരിച്ചു. അതിൽ മാണിക്ക് കൊണ്ടുപോയി കൊടുത്തത് എത്രയാണെന്ന് ബിജു രമേശ് ഉൾപ്പെടെ പറഞ്ഞു. ബാക്കി രൂപ ആർക്ക് കൊടുത്തു എന്നുള്ള കാര്യം, ഏത് നേതാവാണ് വാങ്ങിയത്, ഏത് മന്ത്രിയാണ് വാങ്ങിയെന്നുള്ള കാര്യം പുറത്തു വന്നിട്ടില്ല. CPM ആവശ്യപ്പെടുന്നില്ലല്ലോ. ഞാൻ മുഖ്യമന്ത്രിയും ബാബുവും ഒക്കെ ഇത് കേസിൽ ബന്ധപ്പെട്ടവരാണ്. അങ്ങനെ മാണിയെ മാത്രം പ്രതിയാക്കി ബാക്കി കാര്യങ്ങളെ ഒഴിവാക്കാനുള്ള ഒരു ഒത്തുതീർപ്പിന്റെ രാഷ്ട്രീയത്തിന്റെ ഫലമാണ് ഇളമരം കരീമിനെ രക്ഷപ്പെടുത്തിയത്. 2, ഇളമരം കരീമിന്റെ ആ അന്വേഷണവും രണ്ടാമത്തെ അരുൺകുമാറിന്റെ അന്വേഷണവും തമ്മിലുള്ള പ്രശ്നം നമുക്കറിയാമല്ലോ. പാർട്ടി സമ്മേളനത്തിൽ നിന്ന് അച്യുതാനന്ദൻ ഇറങ്ങിപ്പോയ സമയത്ത് എന്താണ് പറഞ്ഞതെന്ന് നേതാക്കന്മാർ പറഞ്ഞ പ്രസ്താവനത്തെ കുറിച്ച് ഞാൻ പറയുന്നില്ല. അച്യുതാനന്ദൻ പറഞ്ഞത് എന്താണ്? ഞാൻ നിറകണ്ണുകളോടെ ഇറങ്ങിപ്പോയത് പാർട്ടി സെക്രട്ടറിയുടെ പരിശീലനം സൃഷ്ടിച്ച പടയാളികളുടെ വെടിയേൽക്കാതിരിക്കാൻ എനിക്ക് കേസ് ജയിക്കാൻ വേണ്ടി കഥകൾ മെനയുകയാണ്. സെക്രട്ടറിയുടെ പരിശീലനം സൃഷ്ടിച്ച പടയാളികൾ തുരുതുര വെടിയേക്കുമ്പോ പരിക്കേൽക്കാതിരിക്കാനാണ് ഞാൻ ഇറങ്ങിപ്പോകുന്നത് പറഞ്ഞു. ഈ വെള്ളാപ്പള്ളി ഇഷ്യൂവിന്റെ പേരിൽ ഇപ്പൊ പുറത്തായിരുന്ന അച്യുതാനന്ദൻ ഇന്ന് വലിയ മെയിൻ റോളിലേക്ക് വന്നിട്ടുണ്ട്. അപ്പൊ മുഖ്യമന്ത്രി സ്ഥാനത്തിന് അദ്ദേഹത്തിന് ഒരുപക്ഷെ മോഹമുണ്ടായിരിക്കാം, അല്ലെങ്കിൽ അദ്ദേഹത്തെ സ്നേഹിക്കുന്നവർക്ക് മോഹമുണ്ടായി. അത് തടയിടുന്നതിന് വേണ്ടിയിട്ടാണ് അതൊരു നിലപാടാണ് BJP പറഞ്ഞുകൊണ്ടിരിക്കുന്നതാണ്. തുളസി ചേട്ടൻ, താങ്കൾ എന്ത് പറയുന്നു? ഈ അന്വേഷണം പല വഴിക്ക് വരുന്നത് വഴി അന്വേഷണ വാർത്തകളിലേക്ക് ജനങ്ങളുടെ ശ്രദ്ധ തിരിഞ്ഞിട്ടുണ്ടോ? അന്വേഷണത്തിന് പിറകിലുള്ള കാര്യങ്ങൾ ജനങ്ങളുടെ പ്രധാനപ്പെട്ട വോട്ടെടുപ്പ് വേളയിലെ ചർച്ചാ വിഷയമാണ്. പഞ്ചായത്ത് തിരഞ്ഞെടുപ്പ് ഇതുമായിട്ട് വലിയ ബന്ധമില്ല ഒരു കൂടുതൽ വിഭാഗത്തിനും. എനിക്ക് പറയാനുള്ളത് മറ്റൊന്നാണ്. വർഷങ്ങളായി മാറി മാറി വരുന്ന അല്ലെ കാലാകാലങ്ങളിൽ ഭരിക്കുന്ന ഇടത് വലത് സർക്കാർ ഇത്തരം അന്വേഷണങ്ങൾ ഒരുപാട് ഇടാറുണ്ട്. അത് പ്രഹസനങ്ങളായിട്ട് മാറുന്നുണ്ട്. എത്ര അന്വേഷണങ്ങളുടെ ഒരു അന്ത്യ റിപ്പോർട്ട് വന്നിട്ടുണ്ട്, അല്ലെങ്കിൽ എത്ര CBI റിപ്പോർട്ടിൻ്റെ അന്ത്യ റിപ്പോർട്ട് വന്നിട്ടുണ്ട്, അതിന് എത്ര പേര് വിധിച്ചിട്ടുണ്ട്, ആ വിധി നടപ്പിലാക്കുന്നുണ്ട് എന്ന് ചോദിച്ചാൽ വളരെ ചുരുക്കമായിരിക്കും. അന്വേഷണങ്ങൾ പ്രഹസനങ്ങളാണ്. ആ തരത്തിലാണ് ജനങ്ങൾ ഈ അന്വേഷണങ്ങളെ കാണുന്നത്. ഒരു അഭിപ്രായമാണ്, വളരെ പ്രബലമായ നാട്ടിൽ പലർക്കുമുള്ള ഒരു അഭിപ്രായം. എന്താ? അതെ, അത് അങ്ങനെ തന്നെ ആയിരുന്നുള്ളട്ടെ. പക്ഷേ ഈ ഗവൺമെൻറ്റിൻ്റെ താഴെ എനിക്ക് തോന്നുന്നു തുളസിയും പരിശോധിക്കേണ്ട ഒരു കാര്യം, ഈ ഗവൺമെൻറ്റിൻ്റെ താഴെ പൊതുവിൽ അന്വേഷണങ്ങൾക്ക് പരാങ്മുഖത്വം കാണിച്ചിരുന്ന ഒരു സമീപനമാണ് ഉമ്മൻചാണ്ടി സ്വീകരിച്ചിരുന്നത്. അന്വേഷണങ്ങളെ അദ്ദേഹം പ്രോത്സാഹിപ്പിക്കുമായിരുന്നില്ല. അങ്ങനെ അന്വേഷണം നടത്തി അഗ്നിശുദ്ധി വരുത്തട്ടെ എന്നൊരു നിലപാട്, ധാർമ്മിക നിലപാട് ഒരിക്കലും അദ്ദേഹം അങ്ങനെ പറയുന്ന ആൾ തന്നെയാണ് വിശ്വനാഥിനെതിരെ നടപടിയെടുത്തത് തെറ്റായിപ്പോയി എന്നിപ്പോൾ സമ്മതിക്കുന്നത്. ഞാൻ പറയുന്നത് അന്വേഷണത്തിന് നേരെ അദ്ദേഹം മുഖം തിരിച്ചു നിൽക്കും, പക്ഷെ നിവൃത്തിയില്ലാതെ അന്വേഷണങ്ങൾ വേണ്ടിവരും. ഇപ്പോൾ കോടതി ഈ തെരഞ്ഞെടുപ്പിന് തൊട്ടു മുമ്പാണ് കോടതിയുടെ വിധി വരുന്നത്. കോടതിയുടെ ഒരു നിരീക്ഷണം വരുന്നത് ഈ കേസ് മുന്നോട്ട് അന്വേഷിക്കേണ്ടതുണ്ട്, അതും സുകേശൻ തന്നെ അന്വേഷിക്കണം എന്ന് പറയുമ്പോൾ കോടതി കൃത്യമായ ഒരു ഇടപെടൽ നടത്തുകയും അത് കോൺഗ്രസിനെ ഡിഫൻസീവിലാക്കുകയും ചെയ്തു. ശരത്, ഇത് പ്രതിപക്ഷം ഒരു വലിയ പ്രശ്നമായി എടുത്തിരിക്കുകയാണ്. ഇന്നിതാ ഗവർണറെ കണ്ട് ആവശ്യപ്പെട്ടിരിക്കുന്നു. KM മാണി മന്ത്രിയായി തുടരാൻ പറ്റൂല. അദ്ദേഹത്തെ അത് ബോധ്യപ്പെടുത്തിയിട്ടുണ്ടെന്നാണ് പ്രതിപക്ഷ നേതാവ് പറഞ്ഞത്. ഇത് തന്നെ അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുമ്പ് ഇതുപോലെ ഒന്നുകൂടെ ഗവർണറെ കാണും. കഴിഞ്ഞ അരുവിക്കര തെരഞ്ഞെടുപ്പ് സമയത്ത് ഇതുപോലെ ബിജു രമേശിനെ കൊണ്ട് ബാർ കോഴയുമായി ഒരു വാർത്ത നടത്തി. ബിജു രമേശിനെ അരുവിക്കരയിൽ ഇറക്കും എന്ന് വരെ പറഞ്ഞു. ആ സമയത്തും പോയി ഗവർണറെ കണ്ടു. അല്ല, ഈ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞാൽ രാജിവെക്കും എന്ന ശ്രുതികളുണ്ട്. അത് താങ്കൾ നിഷേധിക്കുകയാണോ? KM മാണിയെ കയ്യിൽ കിട്ടുമെങ്കിൽ മുഖ്യമന്ത്രിയാക്കിക്കൊണ്ട് ബദൽ ഗവൺമെന്റ് ഉണ്ടാക്കാൻ ആലോചിച്ച മാർക്സിസ്റ്റ് പാർട്ടി KM മാണിയെ കിട്ടുന്നില്ല എന്ന് വന്നപ്പോൾ
കെ എം മാണിയെ ക്രൂശിക്കാൻ ശ്രമിച്ചുകൊണ്ട് കെ എം മാണി എങ്കിൽ പിന്നെ തീർത്തുകളെ ക്രൂശിക്കാൻ ശ്രമിച്ചത് ആ പി സി ജോർജ് പറഞ്ഞത് അതല്ല അത് കേൾക്ക്. അതെ, ഇന്ന് പി സി ജോർജ് പറഞ്ഞൊരു കാര്യം തന്നെയാണ്. എന്താണ് പറഞ്ഞത്? പി സി ജോർജ് പറഞ്ഞൊരു കാര്യമാണ്. അത് എന്താണ് പാർട്ടി പ്രതികരിച്ചോ അതിനോട് ഔപചാരികമായി? പി സി ജോർജ് പറഞ്ഞത് മാണി UDF വിട്ട് LDFന്റെ കൂടെ ചേർന്ന് മുഖ്യമന്ത്രിയാകാൻ ആഗ്രഹം പ്രകടിപ്പിച്ചു. ജോർജ് പോയി CPM നേതാക്കളോടൊക്കെ സംസാരിച്ചു. ഇടനിലക്കാരനായിരുന്നു പറഞ്ഞത്. അതെ. സ്വയം. അപ്പോഴാണ് ഈ ആരോപണം വരുന്നത്, ഈ കോഴ വാങ്ങിയതിന്റെ ആരോപണം വരുന്നത്. അപ്പൊ ആ പ്രതീക്ഷ നഷ്ടപ്പെട്ടു എന്നാണ് പി സി ജോർജ് എന്ന് പറഞ്ഞത്. ആ ആരോപണം കൊണ്ടുവന്നത് CPM ആണെന്ന് പറഞ്ഞു. അതെ. പഴയ കേരള മാണിയെ കിട്ടാത്തപ്പോൾ അങ്ങനെ ആരോപിച്ചു എന്ന് പറഞ്ഞു. പി സി ജോർജ് പഴയ കേരള കോൺഗ്രസ്സുകാരനെ പി സി ജോർജ് അല്ല. ഇപ്പൊ LDF ആയി ചേരാൻ താല്പര്യമായി നിൽക്കുന്ന പി സി ജോർജ്. എന്നിട്ടും പുള്ളി കുറെ പറഞ്ഞു. മുട്ടയുടെ വെള്ളക്കരവും മഞ്ഞക്കരവും ചേർക്കുന്ന പോലെ പുള്ളി മാറി പറഞ്ഞു. അത് ഈ ചന്തുമേനോന്റെ ഹിന്ദുലേഖയുടെ പുറകെ നടന്ന ശ്രീ നമ്പൂരിയെ പോലെയാണ്. നല്ല മാർക്സിസ്റ്റ് പാർട്ടി ജോർജിനോ CPM-ന്റെ കൂടെ ചേരണമെന്ന് താല്പര്യം ഉണ്ടായിരിക്കാം. ചർച്ച ചെയ്യണമല്ലോ. മാണിയെ വിട്ടിട്ട് ലീഗ് ചന്ദ്രശേഖരൻ, ഈ കേസിന്റെ ഈ തെരഞ്ഞെടുപ്പ് കഴിയുമ്പോൾ ലീഗ് കേസും പോലെ അല്ല മാണിയുടെ കേസ്. മാണിയുടെ കേസ് കോടതിയിൽ ഗവൺമെന്റ് പറഞ്ഞു മാണിക്കെതിരെ കുറ്റപത്രം സമർപ്പിക്കേണ്ടതില്ല, ചാർജ് ഷീറ്റ് ഫ്രെയിം ചെയ്യേണ്ടതില്ല, അത് ഒഴിവാക്കണം. കോടതി എടുത്ത് ചവറ്റൂട്ടയിൽ എഴുതി ആവശ്യമായ തെളിവുകൾ കൂടിയാണ് ഈ അന്വേഷണ റിപ്പോർട്ട് വന്നിരിക്കുന്നത്. അയാളുടെ പേരിൽ കേസ് ചാർജ് ചെയ്യണം, അന്വേഷിക്കണമെന്ന് പറഞ്ഞു. അതുപോലെയല്ല മറ്റ് 2 കേസും. അവിടെ മാണി ഇവിടെ കേരളത്തിൽ ഏതാണ്ട് 17 മന്ത്രിമാർ കോടതിയുടെ പരാമർശനങ്ങൾ വന്നപ്പോൾ, വിധി വരണ്ട, പരാമർശനം വന്നപ്പോൾ രാജിവെച്ചൊരു സംസ്ഥാനമാണ് ഇവിടെ. അതെ, അദ്ദേഹം പറഞ്ഞു മുമ്പ് പല മന്ത്രിമാരോടും ഞാൻ തെറ്റ് ചെയ്തു എന്ന് വരെ മുഖ്യമന്ത്രി പറഞ്ഞു. അങ്ങനെ വരെ പറയേണ്ട. രാജൻ കേസിന്റെ ചെയ്തികളെ റദ്ദാക്കിക്കൊണ്ടാണ് മാണിയെ പരിരക്ഷിച്ചത്. രാജൻ കേസിന്റെ പേരിൽ രാജിവെച്ച കെ കരുണാകരന് സ്ഥാനം തിരിച്ചു കൊടുക്കാൻ കഴിയുമോ? ചാരക്കേസിന്റെ പേരിൽ രാജിവെക്കേണ്ടത് കെ കരുണാകരന് ആ സ്ഥാനം കൊടുക്കാൻ കഴിയുമോ? എന്തിന്? അവസാനം തൃശ്ശൂരുകാരനായ വനം മന്ത്രി KP വിശ്വനാഥൻ രാജിവെക്കേണ്ടി വന്നിട്ട് അദ്ദേഹം നിരപരാധം തെളിഞ്ഞിട്ട് ആ സ്ഥാനം നമുക്ക് തിരിച്ചു കൊടുക്കാൻ പറ്റിയോ? അതുകൊണ്ടാണ് മുഖ്യമന്ത്രിയും പറഞ്ഞത്, ഞാൻ മുഖ്യമന്ത്രിയായി വന്നതിന് ശേഷം കേരളത്തിലെ പ്രതിപക്ഷ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ എനിക്കെതിരെ പറഞ്ഞു. ശരിയെല്ലാം തെളിഞ്ഞു. ഇത്തരം സാഹചര്യത്തിൽ ശരിയെല്ലാം തെളിഞ്ഞു. കോൺഗ്രസിന്റെ നയം പുതിയൊരു നയത്തിലേക്ക് കോടതിയുടെ മുമ്പിലോ നിയമത്തിന്റെ മുമ്പിലോ കുറ്റമുണ്ട്, തെറ്റുകാരാണ് എന്ന് കോടതി ശിക്ഷിക്കുന്ന എന്ത് ലോജിക്കാണ്? മാണിക്കെതിരായിട്ട് കേസ് രജിസ്റ്റർ ചെയ്തപ്പോൾ FIR എടുത്ത് ക്വിക്ക് വെരിഫിക്കേഷൻ കഴിഞ്ഞ് അന്വേഷണം FIR ഇട്ടത് എന്തിന്റെ അടിസ്ഥാനത്തിലാണ്? ബിജു രമേശ് പറഞ്ഞു ഞാൻ എന്റെ ഡ്രൈവർ കൊണ്ടുപോയി പൈസ കൊടുത്തു, അതിന്റെ അടിസ്ഥാനത്തിലല്ലേ? അതേ രീതിയിലല്ലേ എളമര കരീമിന്റെ പറഞ്ഞത്, ഞാനാണ് കൊണ്ടുപോയത് മസ്കറ്റ് കോട്ടിൽ കൊണ്ടുപോയിട്ട് ഇന്ന സ്ഥലത്തോട്ട്. അയാളെ മൊഴിയെടുത്തോ? ഞാൻ താങ്കളോട് ചോദിക്കുന്നു, ആ വെരിഫിക്കേഷൻ ഉണ്ടായ നടപടി, ഉണ്ടായ ശുപാർശ, അതിലുണ്ടായ ഇടപെടൽ ഒക്കെ തർക്കത്തിലേക്കെത്തുകയാണ്. ഒരു പോലീസിന്റെ ഉത്തരവാദപ്പെട്ട ഒരാളും സർക്കാരും തമ്മിൽ പരസ്യമായി ഏറ്റുമുട്ടലുകളുടെ പരമ്പര നടക്കുന്ന തരത്തിൽ അതെത്തിയിരിക്കുന്നു. അങ്ങനെയല്ലേ സത്യം? അതെ അതെ. അല്ല, അതിനകത്ത് ഈ ക്വിക്ക് വെരിഫിക്കേഷനിൽ കണ്ടെത്തപ്പെട്ട കാര്യങ്ങളുടെ അടിസ്ഥാനത്തിലാണ് FIR ഇട്ട് KM മാണിയെ ഒന്നാമത്തെ പ്രതി സ്ഥാനത്ത് പ്രതിഷ്ഠിക്കുന്നത്. അതിനുശേഷവും KM മാണിയെ സംരക്ഷിക്കാനുള്ള ശ്രമങ്ങൾ തന്നെയാണ് സർക്കാർ സംവിധാനങ്ങൾ മുഴുവൻ ഉപയോഗിച്ചത്. പക്ഷെ അതിനപ്പുറത്തേക്ക് കോടതിയുടെ ഇത്തരം ഒരു നിർദ്ദേശം വന്നില്ലായിരുന്നുവെങ്കിൽ KM മാണിക്കെതിരെ കേസെടുക്കുന്ന അവസ്ഥ ഉണ്ടാകുമായിരുന്നില്ല ഇപ്പോഴത്തെ സാഹചര്യത്തെ പോലെ. നാം മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ശ്രീ ശരത്ചന്ദ്ര പ്രസാദ് ഉമ്മൻചാണ്ടി പറഞ്ഞതിൻ്റെ മെഗാഫോൺ എടുത്തുകൊണ്ട് അദ്ദേഹം സംസാരിക്കുന്നു, രാജിവെക്കേണ്ടതേയില്ല. രാജിവെക്കണോ വേണ്ടയോ എന്ന് തീരുമാനിക്കുന്നത് ഭരണഘടനാപരമായ തീരുമാനമല്ല, വ്യക്തിയുടെ ധാർമ്മികമായ തീരുമാനമാണ്. നിങ്ങളുടെ തന്നെ നേതാവ് AK ആന്റണി പറഞ്ഞിട്ടുണ്ട്. ഇപ്പം വ്യക്തിയുടെ ധാർമ്മികമായ ഒരു നിലപാടാണത്. ആ അർത്ഥത്തിൽ രാജിവെക്കേണ്ടതേ ഇല്ല എന്ന നിലയ്ക്ക് കാര്യങ്ങൾ അവതരിപ്പിക്കുകയാണെങ്കിൽ കൃത്യമായും ഉമ്മൻചാണ്ടി പുതിയ ഒരു അധാർമിക ബോധം വാസ്തവത്തിൽ നമ്മുടെ സജീവ രാഷ്ട്രീയ പ്രവർത്തനത്തിലേക്ക് കൊണ്ടുവന്നിരിക്കുന്നു എന്ന് ചരിത്രം വരെ. താങ്കൾ ഒരു രാഷ്ട്രീയ കക്ഷിയുടെ സഹയാത്രികനായിട്ടാണ് ഇപ്പോൾ നിൽക്കുന്നത് എങ്കിലും ഒരു പൊതുജനത്തിന്റെ പ്രതിനിധിയായി കൂടിയാണ് ഞങ്ങൾ ഇവിടെ കാണുന്നത്. എന്തു പറയുന്നു? ഇത് നേരത്തെ ഉണ്ടായിരുന്ന ആ കേസുകൾ അത്ര പ്രധാനപ്പെട്ട വിഷയമല്ല എന്നത് വിട്ട് ജനങ്ങൾ ശ്രദ്ധിക്കേണ്ട ചിലതൊക്കെ ഈ കേസുകളോടനുബന്ധിച്ച് നടക്കുന്നുണ്ട് എന്ന് താങ്കൾക്ക് തോന്നുന്നുണ്ട്? അല്ല, അതൊരു പരിധിവരെ ശരിയാണ്. പക്ഷേ എനിക്ക് വേറൊരു വിനീതമായ ഒരു അപേക്ഷയുണ്ട്. എന്താണ്? ഈ ഇപ്പം നടക്കുന്ന ചർച്ച നമുക്ക് മറ്റൊരു മാസത്തെ നീണ്ട ഒരു ചർച്ച നടത്തിയിട്ട് ഇപ്പം നമ്മൾ പഞ്ചായത്ത് വിഷയത്തിലേക്ക് വരുന്നതായിരിക്കും നല്ലതെന്ന് എനിക്ക് തോന്നുന്നു.
പഞ്ചായത്ത് വിഷയത്തിലേക്ക് വരണം. അപ്പൊ ഈ ചർച്ച ഇവിടെ അവസാനിപ്പിക്കണം എന്ന് പറയുന്നത് വഴി സംസാരിക്കുന്ന വിഷയവും ഇതുമായിട്ട് വലിയ ബന്ധമില്ലെന്നാണ് എൻ്റെ ഇപ്പോഴത്തുള്ള അഭിപ്രായം. ജനങ്ങൾക്ക് തൊട്ടു മുമ്പുണ്ടായ ദിവസങ്ങൾ ജനങ്ങൾ ചർച്ച ചെയ്യുന്നതിന് വേണ്ടിയാണ്, മാത്രമേ ഉള്ളൂ. അവർ നിശബ്ദമായി ആലോചിക്കുന്നതിന് വേണ്ടിയാണ് നിശബ്ദ പ്രചാരണത്തിന് വേണ്ടി ഒരു ദിവസം വെച്ചിരിക്കുന്നത്. ആ ദിവസം വേണ്ട എന്നുകൂടി അഭിപ്രായം. അന്ധമായ രാഷ്ട്രീയ വിശ്വാസികൾ മാത്രമേ ഇത്തരം കാര്യങ്ങൾ കണക്കിലെടുക്കാറുള്ളൂ. ഇത് അന്ധമായ രാഷ്ട്രീയ വിശ്വാസമാണ്. ഈ വിഷയം താങ്കളുടെ നിലപാടാണ്, താങ്കളുടെ നിലപാടാണ്. പറയൂ. എൻ്റെ സ്നേഹിതൻ പറഞ്ഞു, കോടതി ശിക്ഷിച്ചാൽ പിന്നെ ആ സ്ഥാനം തിരിച്ചു കിട്ടുമോ, കോടതി പോയി വെറുതെ വിട്ടാൽ. ചില മന്ത്രിമാർ വിശ്വനാഥൻ രാജിവെച്ചു, പിന്നെ തിരിച്ചു കിട്ടില്ല. ഉമ്മൻചാണ്ടി പാമയിൽ കേസിൽ രാജിവെച്ച് എന്തെങ്കിലും തിരിച്ചു വരാൻ കഴിയുമോ? ആ കേസൊക്കെ നിലനിൽക്കുകയാണ്. ഞാൻ പറയട്ടെ, ശ്രീ AK ആന്റണി, ഇവർ കോൺഗ്രസിൻ്റെ സമ്മന്നതനായ നേതാവാണല്ലോ, ഇന്ത്യയിൽ 2ാം സ്ഥാനം എന്നൊക്കെയാണല്ലോ അവർ പറയുന്നത്. അദ്ദേഹത്തിനെതിരായി പഞ്ചസാര കുംഭകോണം എന്ന് പറഞ്ഞ ആക്ഷേപം പാർലമെൻറ്റിൽ ആക്ഷേപം ഉന്നയിച്ചേ ഉള്ളൂ. എവിഡൻസും ഇല്ല, കേസും ഇല്ല, ഒന്നുമില്ല. ധാർമ്മികമായി പെട്ടെന്ന് രാജിവെച്ചല്ലോ. ആ AK ആന്റണി താഴോട്ട് പോയോ മുകളിലോട്ട് പോയോ? തിരിച്ചുവരവ് ആ രാഷ്ട്രീയ കക്ഷിയെ കൂടി ആശ്രയിച്ചിരിക്കുകയാണ്. ആ രാഷ്ട്രീയ കക്ഷി വിചാരിച്ചാൽ തിരിച്ചു കൊണ്ടുവരാമെന്നാണ് അദ്ദേഹം പറയുന്നത്. അദ്ദേഹം പറഞ്ഞ ചോദ്യം ശരിയാണ്. പക്ഷേ കരുണാകരനെ പോലുള്ള ആളുകൾക്ക് ഇത് ആവശ്യമില്ലാതെ രാഷ്ട്രീയ വിവാദം ഉണ്ടായി, ചിലപ്പോൾ അകത്തുനിന്നാവാം അദ്ദേഹം തിരിച്ചു വന്നു. രാജൻ കേസിൽ പോയ അദ്ദേഹം അതിനെതിരായി ആരോപണങ്ങൾ ആക്ഷേപങ്ങളൊക്കെ ഉന്നയിച്ചത് ആരാണെന്നുള്ളത് മറ്റൊരു ചോദ്യം. ഞാനത് പറഞ്ഞല്ലോ, അകത്തുനിന്നാകാം പുറത്തുനിന്നാകാം. പക്ഷേ അകത്തുനിന്നാകാം പുറത്തുനിന്നാകാം എന്നാണ് കേരളത്തിൽ കരുണാകരനുമായി ബന്ധപ്പെട്ട കേസുകളെ കുറിച്ചുള്ള ചർച്ചകളെല്ലാം മുടിനാടിട കീറി കേരളത്തിലെ ജനങ്ങൾ മുഴുവൻ പരിശോധിച്ചിട്ടുള്ളതാണ്. രാജൻ കേസ് കഴിഞ്ഞിട്ട് അദ്ദേഹം കേരള രാഷ്ട്രീയത്തിൽ പിടിച്ചു നിൽക്കുകയും തിരിച്ചു വരികയും ചെയ്ത് അദ്ദേഹമായിരുന്നു അന്ന് കേരളത്തിലെ ആന്റി കമ്മ്യൂണിസം ഫോറത്തിന്റെ ചാമ്പ്യൻ കരുണാകരൻ ആയിരുന്നുകൊണ്ട് കരുണാകരൻ രണ്ടാമത് വീണ്ടും തിരിച്ചു വന്നു. അദ്ദേഹത്തിന്റെ രാജി ആവശ്യപ്പെട്ട് കരുണാകരന്റെ രാജി ആവശ്യപ്പെട്ട് ഇപ്പോഴത്തെ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി നടത്തിയ ഒരു വാർത്താ സമ്മേളനം ഇപ്പോൾ വൈറലാണ് കേരളത്തിൽ. അതൊന്നും കോൺഗ്രസിന്റെ ചരിത്രത്തിന്റെ ഭാഗമായി കുറെ കാര്യങ്ങൾ എടുത്താൽ, അതുപോലെ CPM-ന്റെ ചരിത്രത്തിന്റെ അടുത്ത ഈ കാലത്തെ ചരിത്രങ്ങൾ എടുത്താൽ VS അച്യുതാനന്ദനും പിണറായി വിജയനും തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും നടന്ന വാഗ്യുദ്ധങ്ങളും എടുത്ത് നോക്കണ്ടേ നമ്മള്? അതും വൈറലാണല്ലോ. അപ്പൊ ഞാൻ അപ്പോഴത്തെ രാഷ്ട്രീയ നിലപാടുകളെ ന്യായീകരിക്കുന്നതാണോ സത്യത്തിൽ നമ്മൾ ചെയ്യേണ്ടത് എന്നാണ് ചോദ്യം. എന്റെ ജ്യേഷ്ഠ സഹോദരൻ ശ്രീ ആരത്തിലവിട്ട് ഭാരതൻ ഈ AK ആന്റണി പഞ്ചസാര കുംഭകോണം വന്ന സമയത്ത് അദ്ദേഹം എല്ലാരും പറഞ്ഞ കാര്യമാണ്. അദ്ദേഹം തിരിച്ചു വന്നില്ലേ? അതുപോലെ മറ്റുള്ളവർക്കും തിരിച്ചു വന്നൂടെ? അത്തരത്തിലുള്ള ഒരു ധാർമ്മിക നിലപാട് വേണ്ടതെന്നാണ് ഞാൻ പറയുന്നത്. AK ആന്റണി വേറെ, ഉമ്മൻചാണ്ടി വേറെ, AK ആന്റണി വേറെ. തീർച്ചയായും ഞാൻ ചോദിക്കട്ടെ, നമ്മൾ ഈ ജനങ്ങൾ കാണുന്ന ഒരു പൊതു ചർച്ചയിൽ ഇരിക്കുമ്പോൾ ഇത് മാത്രമല്ല, കൂടുതൽ പ്രശ്നങ്ങൾ കൂടി ജനങ്ങളുടെ മുമ്പിൽ കഴിഞ്ഞ ദിവസങ്ങളിൽ സംഭവിച്ചിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് പോവുകയാണ്, അടുത്ത പ്രശ്നങ്ങളിലേക്ക്. കേരളത്തിന്റെ പ്രാദേശിക തെരഞ്ഞെടുപ്പ് 2ാം ഘട്ടത്തിലേക്ക് കടക്കുന്നതിന് തൊട്ടു മുമ്പുള്ള മണിക്കൂറുകളിൽ ജനങ്ങളിലേക്ക് എത്തിപ്പെട്ട വാർത്തകൾ, അവർ ശ്രദ്ധിച്ച സംഭവ വികാസങ്ങൾ ഒക്കെയാണ് നമ്മളിപ്പോൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത്. കേരളത്തിൽ ജനങ്ങൾക്ക് മുൻപിൽ എത്തിയ അന്വേഷണങ്ങൾ, വാർത്തകളായ അന്വേഷണങ്ങളാണ് ഇപ്പോൾ നമ്മൾ ചർച്ച ചെയ്തത്. കൂടുതൽ വിഷയങ്ങളിലേക്ക് പോവുകയാണ്. ജനങ്ങൾക്ക് മുമ്പിൽ മറ്റ് ചില പ്രശ്നങ്ങൾ കൂടി അടുത്ത ദിവസങ്ങളിൽ എത്തിയിട്ടുണ്ട്. ഏറ്റവും അടുത്ത ദിവസങ്ങളിലുള്ള സംഭവ വികാസം, ഇന്നുകൂടി തുടർന്നിട്ടുള്ള സംഭവ വികാസം, വെള്ളാപ്പള്ളിയും BJP നേതാവായ മുരളീധരനും തമ്മിലുള്ള ഏറ്റുമുട്ടലാണ് ഒരു കാര്യം. BJP സംസ്ഥാന പ്രസിഡന്റായ മുരളീധരനും ഒപ്പം തന്നെ ബിജു രമേശ് പുതിയ ചില വെളിപ്പെടുത്തലുകളുമായും അദ്ദേഹം വധഭീഷണി നേരിടുന്നുണ്ട് എന്ന് പറഞ്ഞുകൊണ്ടും രംഗത്ത് വരികയുണ്ടായി. അതിന് തൊട്ടുപിറകെ തന്നെ വെള്ളാപ്പള്ളി നടേശനും തനിക്കെതിരെയും വധഭീഷണിയുണ്ട് എന്ന് പറഞ്ഞ് അത്തരത്തിൽ ലഭിച്ച ഒരു കത്ത് തൻ്റെ കയ്യിലുണ്ട്, അത് പോലീസിന് കൈമാറും എന്ന് പ്രഖ്യാപിക്കുകയുണ്ടായി. ഇത്തരത്തിലുള്ള ഒരു വിവാദത്തിൻ്റെ കൂടി പശ്ചാത്തലത്തിലാണ് ജനങ്ങൾ അടുത്ത ദിവസം വോട്ടെടുക്കാൻ പോകുന്നത്. വെള്ളാപ്പള്ളിയും മുരളീധരനും തമ്മിൽ ഏറ്റുമുട്ടിക്കൊണ്ടിരിക്കുന്നു. പത്മകുമാർ, അങ്ങനെ ഒരു കാഴ്ച, രാഷ്ട്രീയ കാഴ്ച കണ്ടുകൊണ്ടാണോ കേരളത്തിന്റെ പകുതി ജനങ്ങൾ അടുത്ത ദിവസം വോട്ട് ചെയ്യാൻ പോകുന്നത്? ഞങ്ങളിതൊരു വലിയ തമാശയായിട്ടാണ് കാണുന്നത്. തമാശയായിട്ടാണ് കാണുന്നത്.
എന്താണ് ഒരു ദിവസം മുരളീധരൻ ഇദ്ദേഹത്തിന് വെള്ളാപ്പള്ളിയെ കുത്തി എന്ന് പറയും, പിറ്റേന്ന് പറയും വെള്ളാപ്പള്ളി മുരളീധരനെ ആഞ്ഞടിച്ചു എന്ന് പറയും. ഇല്ല, യാതൊരു ഇതുമില്ല. SNDP എന്ന് പറഞ്ഞ സംഘടനയുമായി ഞങ്ങൾ പ്രാദേശിക തലത്തിൽ ധാരണ ഉണ്ടാക്കിയിട്ടുണ്ട്. ആലപ്പുഴയില്, കൊല്ലത്ത്, തിരുവനന്തപുരത്ത്, എല്ലാ സ്ഥലത്തും യോജിച്ചു തന്നെയാണ് പോകുന്നത്. മുന്നണിയായി തന്നെയാണ് മത്സരിക്കുന്നത്. കഴിഞ്ഞ ദിവസം ഐക്യമുണ്ടല്ലോ. അല്ല, ധാരണ കണ്ട് അതൊരു രാഷ്ട്രീയ കക്ഷിയല്ലല്ലോ. ഒരു അവർ മാത്രമല്ല, ധീവരസഭയായിട്ടുണ്ട്, അതൊന്നും രാഷ്ട്രീയ കക്ഷിയല്ലല്ലോ. കഴിഞ്ഞ ദിവസം വെള്ളാപ്പള്ളി നടേശൻ പ്രഖ്യാപിച്ചു 3ാം മുന്നണിയിൽ പ്രശ്നങ്ങൾ ഉണ്ടായി. സംസ്ഥാന പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിന് മുന്നേ ഒരു രാഷ്ട്രീയ കക്ഷിയായി 3ാം കക്ഷിയായി ഉണ്ടാക്കിയെടുക്കാൻ താമസം വന്നു എന്നുള്ളതാണ് അദ്ദേഹം ഉദ്ദേശിച്ചത്. സംസ്ഥാന നേതാക്കൾ തമ്മിൽ അങ്ങനെ ഒരു കാര്യം നടത്തിയിട്ടില്ലല്ലോ, അല്ലെങ്കിൽ ഞങ്ങൾക്ക് അറിയില്ലേ? അങ്ങനെ ഒരു ചർച്ച നടന്നിട്ടില്ല. ഞാൻ തന്നെ പറഞ്ഞത് അതിലൊരു പ്രശ്നമില്ലെങ്കിൽ അദ്ദേഹം എന്തിനു പറഞ്ഞു? അല്ല, അദ്ദേഹം പറഞ്ഞ അതാണ് യഥാർത്ഥ വസ്തുതയാണ് പറഞ്ഞത്. അത് വളച്ചൊടിച്ചതാണ്. ഇന്ന് ഡെക്കാൻ ക്രോണിക്കലിൽ അത് അദ്ദേഹം നിഷേധിച്ചിട്ടുണ്ട്. ഡെക്കാൻ ക്രോണിക്കലിൽ ഒരിക്കലും വെള്ളാപ്പള്ളി അത് നിഷേധിച്ചല്ല, എന്നെയും BJP-യും തമ്മിൽ തെറ്റിക്കാനുള്ള ഇത് പറഞ്ഞില്ല എന്നല്ല. അല്ലല്ല, എന്ത് പറഞ്ഞതിന്റെ അർത്ഥം പറഞ്ഞില്ല. ഞാനിത് പറഞ്ഞില്ല എന്ന് പറയുന്നതിന് പകരമാണ് എന്നെ ഹോംവർക്ക് നടത്തിയില്ല. ഹോംവർക്ക് നടത്തിയിട്ടുണ്ട് എന്ന് രാജേഷ് പറഞ്ഞു. ഇത് ഏറ്റുമുട്ടലല്ലേ? നടത്തിയതും ഞങ്ങളുടെ സംഘടനാ പ്രവർത്തകർ ഹോംവർക്ക് നടത്തിയിട്ടുണ്ട്. പ്രാദേശിക തലത്തിൽ SNDP-യുമായി ചർച്ച ചെയ്തിട്ടുണ്ട്. ഞാൻ തിരുവനന്തപുരത്ത് ചർച്ച പങ്കെടുത്ത ഒരാളാണ്, കൊല്ലം ജില്ലയിൽ പങ്കെടുത്ത ആളാണ്. ഞങ്ങൾക്കറിയാം, പ്രാദേശിക തലത്തിൽ, ജില്ലാ തലത്തിൽ, യൂണിയൻ തലത്തിൽ ചർച്ച നടത്തിയിട്ടുണ്ട്. അവർ പറഞ്ഞ സ്ഥാനാർത്ഥികളെ നിർത്തിയിട്ടുണ്ട്. ഞങ്ങൾ അവർ സ്വതന്ത്രരായി നിർത്തി, ഞങ്ങൾ പിന്തുണച്ചിട്ടുണ്ട്. എന്തിനാണ് ഈ തെരഞ്ഞെടുപ്പ് കാലത്തെ ഏറ്റവും ആദ്യത്തെ NDAയുടെ തന്നെ യോഗം, ചെന്നിത്തലയിൽ നടന്ന യോഗം, അതിന്റെ ഉദ്ഘാടകനായി വെള്ളാപ്പള്ളി നടേശനെ പ്രഖ്യാപിക്കുകയും അതിന്റെ 1 കിലോമീറ്റർ അപ്പുറത്ത് ഒരു ക്ഷേത്രത്തിൽ നടന്ന ചടങ്ങിൽ അദ്ദേഹം പങ്കെടുക്കുകയും ഞാനിത് അറിഞ്ഞില്ല എന്ന് അദ്ദേഹം പ്രഖ്യാപിക്കുകയും അദ്ദേഹം ഇല്ലാതെ MT രമേശ് പങ്കെടുത്ത് ആ പരിപാടി നടന്നതും ചെയ്തത് എന്തിനാണ്? രാഷ്ട്രീയ പാർട്ടി, ഇപ്പോൾ അദ്ദേഹം ഒരു സാമുദായിക സംഘടന നേതാവാണ്. ഒരുപക്ഷെ അവിടുത്തെ പാർട്ടി പ്രവർത്തകർക്കൊന്നൊരു വീഴ്ചയാവാം, പാർട്ടി പ്രവർത്തകർക്ക് വന്ന വീഴ്ചയാവാം. പക്ഷെ അദ്ദേഹം പറഞ്ഞല്ലോ, എനിക്ക് അതങ്ങനെയാണെങ്കിലും എനിക്ക് തിരുവനന്തപുരത്ത് അത്യാവശ്യമായി എത്താൻ. ഇതാണ് സംസ്ഥാനതല നേതാക്കളുമായി ആശയവിനിമയം ഉണ്ടായിരുന്നില്ലെന്ന് അദ്ദേഹം പറയുന്നത്. സംസ്ഥാനത്ത് ഒരു വെള്ളാപ്പള്ളിയെ പോലുള്ള ഒരു മഹാനായ ഒരാളുടെ ഒരു പ്രോഗ്രാം നിശ്ചയിക്കുന്നത് താഴെത്തട്ടി പഞ്ചായത്ത് വാർഡ് തലത്തിലല്ലോ. ഇത് പ്രചാരണമാണ്. വെള്ളാപ്പള്ളിയും വി മുരളീധരനും തമ്മിൽ ഒരു ഏറ്റുമുട്ടൽ നടക്കുന്നു. ഇത്തരത്തിൽ അവർ ഉണ്ടാക്കാൻ തീരുമാനിച്ച ഒരു സഖ്യം, ഒരു രാഷ്ട്രീയ കക്ഷിയുടെ ഉദയത്തോടു കൂടി ഉണ്ടാകാനിരുന്നൊരു സഖ്യം അലസിപ്പോയിരിക്കുന്നു എന്നതിൻ്റെ പേരിൽ ഇവർ തമ്മിൽ തർക്കം നടക്കുന്നു എന്നതൊരു പ്രചാരണമാണ്. BJP-യുടെ വക്താവ് പത്മകുമാർ പറഞ്ഞു. നമുക്ക് അത് പ്രചാരണമാണോ അല്ലയോ, ഒരു മീഡിയ ഉണ്ടാക്കിയ ഒരു പ്രചരണമാണോ അല്ലയോ എന്നറിയണമെങ്കിൽ വസ്തുതകൾ ഇതുമായി പൊരുത്തപ്പെടുന്നുണ്ടെന്നറിയണം. നമ്മുടെ മുന്നിൽ ചില വസ്തുതകൾ ഉണ്ടല്ലോ, എല്ലാവരും അംഗീകരിക്കുന്ന വസ്തുത. ഇപ്പോൾ അമിത്ഷായും പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കും നടുവിൽ വെള്ളാപ്പള്ളി നടേശൻ പോയി നിൽക്കേണ്ടി വരുന്ന ഒരു ദില്ലി ചിത്രമുണ്ട്. ഒരു 3 ആഴ്ച മുമ്പ് വന്നൊരു ചിത്രമാണ്. ആ ചിത്രം വരുത്തിവെച്ച വിന ഒരുപക്ഷെ BJP-യുടെ സംസ്ഥാന നേതാക്കൾക്ക് അറിയുന്നത് മാതിരി അമിത്ഷായ്ക്ക് പോലും അറിയാൻ കഴിയുന്നുണ്ടാവില്ല. ആ റിയാലിറ്റി, കേരള റിയാലിറ്റിയിൽ അത് വലിയൊരു അപശകുനമായി മാറുകയായിരുന്നു ചിത്രം എന്ന് പിൽക്കാലത്ത് തെളിയിക്കപ്പെട്ടു. അങ്ങനെ വന്നപ്പം ഇദ്ദേഹവുമായി അടുക്കാമോ അടുക്കാൻ കഴിയില്ലയോ, അല്ലെങ്കിൽ ഇടതുപക്ഷം അതിശക്തമായൊരു പ്രത്യയശാസ്ത്ര യുദ്ധം തന്നെ ഈ ഇതിനെ വെള്ളാപ്പള്ളി നടേശനെതിരെ നയിച്ചപ്പം അലങ്കോലമാക്കപ്പെട്ടു BJP ക്യാമ്പ്. അവർക്കൊന്നിച്ച് സംരക്ഷിക്കാൻ കഴിഞ്ഞില്ല. വെള്ളാപ്പള്ളിയെ ആരൊക്കെ സംരക്ഷിക്കാൻ ശ്രമിച്ചുവോ അവരൊക്കെ അപഹാസ്യരാകുന്ന ഒരു സാഹചര്യം കേരള രാഷ്ട്രീയത്തിൽ സംജാതമായപ്പം വേണോ വേണ്ടയോ എന്നൊരു തർക്കം വന്നു. ആ തർക്കത്തിന്റെ പുതിയ പ്രഖ്യാപനമാണ് ഇപ്പോൾ വെള്ളാപ്പള്ളിയും തിരിച്ചു പറയുന്നത്. വേണ്ടും വണ്ണം മുന്നൊരുക്കങ്ങൾ നടത്താതിരിക്കുന്നതിന് വി മുരളീധരൻ ശ്രമിച്ചു. മടങ്ങി വരാം. ഇപ്പോൾ നമ്മൾ ചർച്ചയിൽ ഒരു പുതിയ അതിഥിയെ കൂടി വരവേൽക്കുകയാണ്. ശ്രീ ജോൺ തോമസ്, പ്രമുഖ മാധ്യമ പ്രവർത്തകനാണ്. ഇപ്പോൾ കേരളത്തിലെ BJP-യും വെള്ളാപ്പള്ളി നടേശനും തമ്മിൽ ഏറ്റുമുട്ടിയിരിക്കുന്ന ഒരവസ്ഥ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാണ് താങ്കൾ എത്തിയിരിക്കുന്നത്. ഏറ്റുമുട്ടിയിരിക്കുന്നതല്ല എന്ന അദ്ദേഹത്തിന്റെ തിരുത്തലോടുകൂടി ഞാനത് മുമ്പിൽ വെക്കുകയാണ്. ഏറ്റുമുട്ടലാണോ അല്ലയോ, വ്യാഖ്യാനമാണോ പ്രചാരണമാണോ എന്ന കാര്യമാണ് ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത്. എന്തു പറയുന്നു? തീർച്ചയായിട്ടും വെള്ളാപ്പള്ളി നടേശൻ അദ്ദേഹം ഡൽഹിയിൽ BJP നേതൃത്വമായി സംസാരിച്ചു വന്നതിന് ശേഷം തിരുവനന്തപുരം വിമാനത്താവളത്തിൽ വെച്ച് തന്നെ പറഞ്ഞു കഴിഞ്ഞു, BJP-യുടെ വളർച്ച ഇവിടെ അവസാനിച്ചു കഴിഞ്ഞു. ഇനി അവർക്ക് വേണമെങ്കിൽ ഞങ്ങളോടൊപ്പം ചേരാം
എന്ന് പറഞ്ഞാൽ ഒരു നേതൃമാറ്റം, എന്നെ നേതാവായി അംഗീകരിക്കുമെന്ന് തന്നെയാണ് അന്ന് പറഞ്ഞതിൻ്റെ വ്യംഗ്യമായ അർത്ഥം. അതിനുശേഷമാണ് പ്രതിപക്ഷ നേതാവ് പറഞ്ഞത്, BJPയുടെ സംസ്ഥാന അധ്യക്ഷൻ ശ്രീ വി മുരളീധരൻ അദ്ദേഹത്തിൻ്റെ കസേര കണിച്ചുകുളങ്ങരെ കൊണ്ട് കൊടുക്കട്ടെ എന്ന്. തീർച്ചയായിട്ടും അദ്ദേഹം BJP കേന്ദ്ര നേതൃത്വവുമായി നടത്തിയ സംസാരത്തിന് ശേഷം വന്നിട്ടുള്ള സംഭവവികാസങ്ങൾ നമ്മൾ പരിശോധിച്ചു കഴിഞ്ഞാൽ ഇവിടെ ഈ സഖ്യത്തിനുള്ള ഒരു പ്രശ്നങ്ങളിലേക്കാണ് ആ സഖ്യം നീങ്ങുന്നത് എന്നുള്ള കാര്യത്തിൽ യാതൊരു മാറ്റവുമില്ല. BJP ഇത്രയും നാൾ, BJPയുടെ നേതാക്കൾ ഇത്രയും നാൾ അവർക്ക് യാതൊരു പ്രതീക്ഷയുമില്ലാതെ വളർത്തിക്കൊണ്ടുവന്ന ഒരു രാഷ്ട്രീയമാണ് ഇത്രയും നാൾ ഉണ്ടായിരുന്നത്. പക്ഷേ പെട്ടെന്ന് തന്നെ SNDP നേതൃത്വം അതെല്ലാം കൂടി പിടിച്ചടക്കാൻ ചെല്ലുമ്പോൾ ഇത്രയും നാൾ ആ പ്രസ്ഥാനത്തിന് വേണ്ടി രക്തവും വിയർപ്പും ഒഴുക്കിയ ആളുകൾ സ്വാഭാവികമാർക്ക് അവർക്ക് പ്രതികരിക്കേണ്ടി വരും. ആ പ്രതികരണം ഒരുപക്ഷെ ഈ തെരഞ്ഞെടുപ്പിൽ പോലും ഉണ്ടായേക്കാം. ജോൺ തോമസ്, താങ്കളിലേക്ക് വരാം. ഞാൻ ആനന്ദനോട് ഒരു കാര്യം ചോദിക്കുകയാണ്. ഇത് ഇങ്ങനെ ഒരു സഖ്യം ഉണ്ടായി വരുന്നു എന്ന വാർത്തകൾ പ്രചരിച്ചു. അത് ഈഴവ വിഭാഗത്തിന്റെ വോട്ടുകൾ എന്നും CPIM-ന്റെ വോട്ട് ബാങ്കായിരുന്ന ഈഴവ വിഭാഗത്തിന്റെ വോട്ടുകൾ ചോർന്നു പോവുകയാണ്. അരുവിക്കരയിൽ സംഭവിച്ചതിന്റെ പുറകിൽ പോലും ആ വരാനിരിക്കുന്ന സഖ്യത്തിന്റെ തുടക്കത്തിന്റെ ധ്വനികൾ ഉണ്ട് എന്ന തരത്തിൽ വിലയിരുത്തപ്പെട്ടു. സത്യത്തിൽ LDF-ഉം അത്തരത്തിലുള്ളൊരു ആശങ്ക പങ്കിട്ടില്ലേ? ഈ മുന്നണി വരികയാണെങ്കിൽ അത് LDF-ന് വൻ അടിയാകും എന്നൊരാശങ്ക പങ്കിട്ടിരുന്നില്ലേ ശരിക്കും? അല്ല, ഈ ചർച്ച നന്നായി. ഇപ്പോൾ എൻ്റെ സ്നേഹിതൻ പത്മകുമാർ പറഞ്ഞു, ഞങ്ങൾ പ്രാദേശികമായി തിരുവനന്തപുരം ജില്ല, കൊല്ലം ജില്ല, ആലപ്പുഴ ജില്ല SNDP യൂണിയനുകളുമായി പോയി തെരഞ്ഞെടുപ്പ് ധാരണ ഉണ്ടാക്കി എന്ന് പറഞ്ഞാൽ സമ്മതിച്ചല്ലോ. അതെ, അതല്ല എൻ്റെ സ്നേഹിതൻ മിസ്റ്റർ തുളസി പറഞ്ഞ ഈ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് ഇതൊരു രാഷ്ട്രീയമാണ്. അത് നേരത്തെ പറഞ്ഞ അല്ല, ഈ രാഷ്ട്രീയം വേണ്ട, വേറെ പ്രാദേശിക വികസനം മതി എന്ന് പറഞ്ഞല്ലോ നേരത്തെ അദ്ദേഹം പറഞ്ഞല്ലോ. ഈ ഇത് രണ്ടും കൂടി അതിലേക്ക് വരുന്നു. നേരത്തെ ഇപ്പോൾ മാധ്യമത്തിൻ്റെ ലേഖനം ചൂണ്ടിക്കാണിച്ച പോലെ ഈ സഖ്യം ഉണ്ടായത് നന്നായി. മോരും മുതിരയും തമ്മിലൊരു സഖ്യം, കടലും കടലാടിയും തമ്മിലുള്ള സഖ്യം. SNDP യോഗത്തിനൊരു പ്രിൻസിപ്പിളുണ്ട്, ശ്രീനാരായണ ദർശനങ്ങളാണ്, ശ്രീനാരായണ സന്ദർശനങ്ങളാണ് എൻ്റെ പ്രിൻസിപ്പിൾ. അതിന് നേരെ ഘടകവിരുദ്ധമായ ഒരു രാഷ്ട്രീയ പ്രസ്ഥാനവുമായി എങ്ങനെ സഖ്യമുണ്ടാക്കി നിൽക്കും? അതിൻ്റെ റിസൾട്ട് എന്താവും? SNDP യോഗത്തിൽ വിശ്വസിക്കുന്ന ശ്രീനാരായണ ദർശനങ്ങൾ ഈ സഖ്യം ശ്രീനാരായണ ഈ സഖ്യം അടിസ്ഥാനപരമായി CPIM-നും LDF-നും എതിരായ ഉൾക്കൊള്ളുന്ന ഈഴവ സമുദായത്തിലെ മഹാഭൂരിപക്ഷം വരുന്ന ആളുകൾ ഈ സഖ്യം ഉണ്ടാക്കിയത് കൊണ്ട് തന്നെ SNDP യോഗത്തിന്റെ ഈ സഖ്യത്തിനെതിരായ വാശിയോടുകൂടി നിൽക്കും. അത് ഗുണമായി എന്നാണ് പറയുന്നത്. അത് പൂർണ്ണമായി ആദ്യഘട്ടത്തിൽ ആശങ്ക കാണുകയും പിന്നീട് തിരിഞ്ഞു എന്നാണോ? ആദ്യഘട്ടത്തിൽ ആശങ്കയുണ്ടായിരുന്നു, പിന്നീട് തിരിഞ്ഞു എന്നാണോ? 1988 അരുവിക്കുളം പ്രതിഷ്ഠയുടെ ശതാബ്ദി വാർഷികത്തിൽ EMS വിളിച്ചിട്ട് EMS പോയില്ല. അന്ന് ദേശാഭിമാനിൽ 2 ദിവസം വാരികയിൽ അദ്ദേഹം ലേഖനം എഴുതി. ഞാൻ അവിടെ പോകാത്തത് ശ്രീനാരായണ ഗുരുവിന്റെ ആദർശ ദർശനങ്ങള് ഇന്ന് ഈ കാലികമായി പ്രസക്തി ഉണ്ടെന്ന് ഞാൻ സമ്മതിക്കേണ്ടി വരും. അതെനിക്ക് സമ്മതിക്കാൻ കഴിയില്ല എന്ന് ലേഖനം വായിച്ച പല കാര്യങ്ങളും പത്മകുമാറിനുള്ള അഭിപ്രായം പത്മകുമാറിന് പറഞ്ഞു. EMS-ന്റെ മണ്ടയിൽ തിരുവണ്ട, അദ്ദേഹത്തിന് തിരുവണ്ട. ഇത് ഈ SNDP BJP സഖ്യം ഉണ്ടായി വരുമ്പോൾ അത് CPIM-നെയാണ് ബാധിക്കുക, LDF-നെയാണ് ബാധിക്കുക എന്നൊരു ചിന്ത ഒരു പ്രത്യേക ഘട്ടം വരെയെങ്കിലും UDF-നെ ഭരിച്ചിരിക്കുകയും UDF നിശബ്ദതയോടുകൂടി ഇത് കാത്തു നിൽക്കുകയും ചെയ്തിരുന്നോ? ഇല്ല, നിശബ്ദതയോടുകൂടി കാത്തിരിക്കുന്നൊന്നുമില്ല. ഇതിനകത്ത് ഒരു വർഗീയ ധ്രുവീകരണം ഉണ്ടാകുന്നതിൻ്റെ പേരിൽ കമ്മ്യൂണിസ്റ്റ് മാർക്സിസ്റ്റ് പാർട്ടിക്ക് ക്ഷീണം ഉണ്ടാകുന്നത് കൊണ്ട് സന്തോഷിക്കുന്ന ആളുകളല്ല ഞങ്ങൾ. പക്ഷേ ഇന്ത്യയിൽ ഉമ്മൻചാണ്ടിയുടെ വശത്ത് നിന്ന് സഖ്യത്തിന്റെ നേതാവായി ഇവിടെ നിൽക്കുന്ന ഉമ്മൻചാണ്ടിയുടെ വശത്ത് നിന്ന് ഒരു എതിർപ്പും ഉണ്ടായില്ല. VM സുധീരന്റെ ഒറ്റപ്പെട്ട ശബ്ദം മാത്രമേ പിന്നീട് AK ആന്റണി വരേണ്ടി വന്നു. അങ്ങനെയല്ലേ സംഭവിച്ചത്? ഞാൻ പറഞ്ഞ ഗൗരവമായിട്ട് കാണണം. AK ആന്റണി പറയുന്നത് പോലെയല്ല ഉമ്മൻചാണ്ടി കേരളത്തിലെ മുഖ്യമന്ത്രിയാണ്. UDF ഗവൺമെന്റിന്റെ പ്രഖ്യാപിത ലക്ഷ്യം ഒരു സമുദായങ്ങളോടും പിണങ്ങാതെ എല്ലാവരുടെയും
ഐക്യതയിൽ സൗഹൃദത്തിൽ മുന്നോട്ട് പോകണം എന്നുള്ളതാണ് UDF ഗവൺമെന്റിന്റെ നയം. പിണക്കേണ്ട കാര്യങ്ങൾ വന്നാൽ അത് പറയാൻ ഏൽപ്പിച്ചിരിക്കുന്നത് ആന്റണിയാണോ? രാഷ്ട്രീയമായി അങ്ങനെ പറയേണ്ട സാഹചര്യങ്ങൾ വന്ന സമയത്ത് മുഖ്യമന്ത്രിയും ഇപ്പൊ പറഞ്ഞു, AK ആന്റണിയും ഞാൻ പറഞ്ഞു, ചോദിക്കട്ടെ, APC മുഖ്യമന്ത്രിയുടെ നിശബ്ദതയുടെ ഘട്ടത്തിൽ രാഷ്ട്രീയമായി അദ്ദേഹം അഭിപ്രായം പറയേണ്ട സാഹചര്യമായിരുന്നില്ല എന്നാണോ ഇതിന്റെ ധ്വനി? അങ്ങനെയല്ല ഞാൻ പറഞ്ഞത്. ഒരു ഭരണകർത്താവ് എന്നുള്ള നിലയിൽ ഉമ്മൻചാണ്ടി കേരളത്തിലെ മുഖ്യമന്ത്രിയാണ്. കേരളത്തിലെ പ്രബലമായ ഒരു സമുദായ സംഘടനയാണ് SNDP. ഇദ്ദേഹം പറഞ്ഞതുപോലെ SNDPക്ക് അതിൻ്റെതായ വീക്ഷണങ്ങളും അതിൻ്റെതായ സത്യങ്ങളും അതിൻ്റെതായ പാരമ്പര്യങ്ങളും അതിൻ്റെതായ ലക്ഷ്യങ്ങളും ഒക്കെയുണ്ട്. ആ SNDP നയിക്കുന്ന ആളുകൾ നേരെ ഘടകവിരുദ്ധമായി BJP പോലുള്ള സംഘടനയായി ഐക്യം വെക്കുമ്പോൾ അവസാനം വന്ന അതിഥി തീരെ സംസാരിച്ചിട്ടില്ല അദ്ദേഹം. ജോൺ തോമസിനോട് ചോദിക്കുകയാണ്, താങ്കൾ തലസ്ഥാനത്ത് നിന്നുകൊണ്ട് രാഷ്ട്രീയ ചലനങ്ങൾ വളരെ അടുത്ത് സൂക്ഷ്മമായി നിരീക്ഷിക്കുന്ന ഒരാളാണ്. ഈ ഘട്ടത്തിൽ SNDPയും BJPയും തമ്മിൽ കൈകോർക്കുന്ന ഒരു ഘട്ടത്തിൽ കോൺഗ്രസ് പോലെ ദേശീയ പ്രസ്ഥാനത്തിൽ നിന്ന് ഉദിച്ചു വന്ന മതേതരത്വത്തിൽ അധിഷ്ഠിതമായ ഒരു രാഷ്ട്രീയ പ്രസ്ഥാനത്തിന്റെ നേതാവിന്റെ സ്വരത്തിൽ ഉമ്മൻചാണ്ടിക്ക് സംസാരിക്കാൻ കഴിഞ്ഞില്ല എന്നതൊരു വസ്തുതയല്ലേ? അതിന്റെ ആനുകൂല്യം, അതിനെ എതിർത്തു എന്നതിന്റെ ആനുകൂല്യം CPIM അവകാശപ്പെടുന്ന ഒരു ഘട്ടത്തിലേക്ക്, അത് ജനങ്ങൾ അംഗീകരിക്കുന്ന ഘട്ടത്തിലേക്ക് കാര്യങ്ങൾ എത്തിച്ചില്ലേ? അങ്ങനെയല്ലേ സത്യത്തിൽ? SNDP BJP സഖ്യം വന്നതിന്റെ തുടക്ക സമയത്ത് കോൺഗ്രസ് നിശബ്ദമായിരുന്നു എന്നുള്ളതൊരു യാഥാർത്ഥ്യമാണ്. ഈ വിഷയത്തിൽ തൽക്കാലം മൗനം പാലിക്കുക എന്നൊരു സമീപനം തന്നെയാണ് സംസ്ഥാന കോൺഗ്രസ് നേതൃത്വവും UDFും സ്വീകരിച്ചതെന്നുള്ളത് ആർക്കും നിഷേധിക്കാൻ പറ്റുന്ന കാര്യമല്ല. പക്ഷേ ക്രമേണ അവർക്ക് മനസ്സിലായി ഈ സഖ്യം ആത്യന്തികമായി ഇപ്പോൾ ഇമ്മീഡിയറ്റ് ആയിട്ട് ബാധിക്കുന്നത് ഇടതുമുന്നണിയാണെങ്കിൽ പോലും, അങ്ങനെ ഉണ്ടായേക്കാമെങ്കിലും ആത്യന്തികമായി അത് ബാധിക്കാൻ പോകുന്നത് തങ്ങളെ തന്നെ ആയിരിക്കും, അല്ലെ തങ്ങളെ പിന്നീട് ഇത് വിഴുങ്ങും എന്ന് കണ്ടതോടുകൂടിയാണ് യഥാർത്ഥത്തിൽ കോൺഗ്രസ് നേതൃത്വം ഈ സഖ്യത്തിനെതിരെ SNDP BJP സഖ്യത്തിനെതിരെ നീങ്ങിയത്. ആ സമയത്തും കോൺഗ്രസ് സ്വീകരിച്ച സമീപനം എന്ന് പറഞ്ഞത് ഇതിനെതിരെയുള്ള പോരാട്ടത്തിൽ അല്ലെങ്കിൽ ശബ്ദം ഉയർത്തുന്നതിൽ KPC പ്രസിഡന്റിനെ മുന്നിൽ നിർത്തുക. അങ്ങനെ തന്നെയാണ് അവർ മൂവ് ചെയ്തത്. മുഖ്യമന്ത്രിയുടെ ഭാഗത്തു നിന്നും സോഫ്റ്റായ സമീപനമാണ് ഉണ്ടായത് എന്ന് ആരെങ്കിലും വിശ്വസിച്ചാൽ കുറ്റപ്പെടുത്താൻ കഴിയില്ല. ഒരുപക്ഷെ അങ്ങനെ അദ്ദേഹം ഈ സഖ്യത്തിനെതിരെ ശക്തമായ ഒരു നിലപാടെടുത്തിരുന്നെങ്കിൽ മറ്റു ചില ജാതീയമായി അല്ലെ വർഗീയമായ ചില ചിത്രീകരണം ഉണ്ടാകുമെന്ന് കോൺഗ്രസ് ഭയപ്പെട്ടിട്ടുണ്ട്. ജോൺ തോമസ്, തിരിച്ചു വരാം. നമുക്ക് മറ്റൊരു ഇടവേളയ്ക്ക് കൂടി സമയമായിരിക്കുകയാണ്. കൂടുതൽ പ്രസക്തമായ രാഷ്ട്രീയ പ്രശ്നങ്ങളുമായി ഞങ്ങൾ ഉടൻ തന്നെ തിരിച്ചു വരുന്നതായിരിക്കും. ഞങ്ങളുടെ സ്ക്രീനിന് മുന്നിൽ തന്നെ തുടരുക.